വെൽക്കം ടു മൈ ചാനൽ. മുല്ലയ്ക്കൽ ചിറപ്പിൻ്റെ വീതിയോര കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തിരിക്കുകയാണ്. തികച്ചും നയനമനോഹരമാണിവ. വഴിവാണിഭങ്ങളും വളരെയധികമുള്ള ജനങ്ങളുടെ ഒഴുക്കും ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഈ കാഴ്ചകൾ ആലപ്പുഴക്കാർക്കെന്ന പോലെ ഇവിടെ എത്തുന്ന ഓരോ നാട്ടുകാർക്കും മറക്കാനാവാത്ത ഓർമ്മകളായിരിക്കും. ഈ ചിറപ്പുകാലം ദേശ ഭാഷ സംസ്കാരങ്ങളുടെ സംഗമകാലമാണ്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ രാജരാജേശ്വരി ക്ഷേത്രം. പഴയ കേരള ശൈലിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. കൂടാതെ ഹനുമാൻ, ഗണേശ, കൃഷ്ണ, അയ്യപ്പ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇനിയും നവഗ്രഹങ്ങളുടെയും സർപ്പദൈവങ്ങളുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്ര പരിസരം നിറയെ മുല്ലച്ചെടികൾ പൂത്തു നിൽക്കുന്നു. പണ്ടുകാലം മുതലേ ഇതിവിടെയുണ്ട്. അങ്ങനെയാണ് മുല്ലയ്ക്കൽ എന്ന പേര് വന്നത്. ഐതിഹ്യമനുസരിച്ച് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് നമ്പൂതിരി ബ്രാഹ്മണർ അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം മുല്ലത്തോട്ടത്തിൽ എത്തിച്ചു അത്രേ. കാലക്രമത്തിൽ അത് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനമായി മാറി. ഓരോ പ്രതിഷ്ഠകൾക്കും 1962 പുനഃപ്രതിഷ്ഠയിൽ പ്രത്യേക കോവിലുകൾ പണികഴിപ്പിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ, അതായത് വൃശ്ചിക ധനുമാസ കാലത്താണ് ഈ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ ചിറപ്പ് എന്നറിയപ്പെടുന്നു. ഇതിൽ ഏറ്റവും അവസാനം വരുന്ന 2 ദിവസം വളരെ പ്രമാദമാണ്. സാംസ്കാരിക പരിപാടികൾ, വെടിക്കെട്ട്, 9 ആനകളുടെ എഴുന്നള്ളിപ്പ് എന്നിവ ഈ നാളുകളുടെ പ്രത്യേകതയാണ്. അതിമനോഹരമായ ഈ ഉത്സവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് കാണേണ്ടത് തന്നെയാണ്.